കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൈനയിലുടനീളം ഉള്ള ആ ഒരു വലിയ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരുടെയും ഹൃദയം ഒന്ന് പിടയുക തന്നെ ചെയ്യും. വളരെ പെട്ടെന്നുണ്ടായതായിട്ടുള്ള ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നിമിഷ നേരം കൊണ്ട് വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളും നൂറുകണക്കിന് കാറുകളും ബൈക്കുകളും വലിയ വലിയ ബസ്സുകളും മനുഷ്യരൊക്കെ, അതായത് കാറിൻ്റെ അകത്ത് ഇരുന്ന് മനുഷ്യരൊക്കെ ഒഴുകിപ്പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ദയനീയം തന്നെയാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വെള്ളപ്പൊക്കവും അവരുടെ മിക്ക ഒഫീഷ്യൽ ന്യൂസ് ചാനലുകളെല്ലാം ഒരേപോലെ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഇത് മനുഷ്യനിർമ്മിതമായി ഉണ്ടായതായിട്ടുള്ള ഒരു ഫ്ലഡിംഗ് ആണോ, അതോ പ്രകൃതിയുടെ താണ്ഡവമാണോ, പ്രകൃതിയുടെ ശാപമാണോ എന്നുള്ള ഈ ഒരു രണ്ട് ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് അവർ തന്നെ പല കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യനിർമ്മിതമാണ് എന്ന് തന്നെയാണ്. ചൈനയുടെ ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസം എന്ന് പറയുന്നത് അവിടെ സൈക്ലോൺ ആൻഡ് ടൈഫോൺസ്, അതായത് ഉഷ്ണക്കാറ്റും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റിന്റെയും അതോടൊപ്പം തന്നെ പേമാരിയുടെ സമയമാണ്. എന്നാൽ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വർഷവും, അതായത് ചൈനയിൽ ഒരു ചെറിയ തോതിൽ ഒരു മഴ തുടങ്ങിയാൽ തന്നെ വലിയ തരത്തിൽ വലിയൊരു വെള്ളപ്പൊക്ക ഭീഷണിയിലോട്ട് ചൈനയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. അതിന്റെ കാരണങ്ങൾ, അതായത് നമ്മളുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ അവരും ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത് അർബൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, അതായത് വലിയ വലിയ നഗരങ്ങളൊക്കെ, അതായത് കോൺക്രീറ്റുകൾ ഇട്ട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവരോട് ഉണ്ടാക്കുകയും മണ്ണിന്റെ അടിയിലേക്ക് വെള്ളം താഴാനുള്ള സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു അവിടുത്തെ ആളുകൾ തന്നെ, അവിടുത്തെ ഗവൺമെന്റ് തന്നെ. രണ്ടാമതായിട്ട് അവർ പറയുന്നത്, അതായത് കാടുകളെല്ലാം വെട്ടി വലിയ വലിയ കെട്ടിടങ്ങൾ വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രെയിനേജ് സംവിധാനങ്ങൾ നല്ല തോതിൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല. നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഏതാണ്ട് 98,000 ചെറുതും വലുതുമായ ഡാമുകളാണ് ഉള്ളത്. അതിൽ ഏതാണ്ട് 30,000 മുകളിലുള്ള ഡാമുകൾ വളരെയധികം പഴക്കം ചെന്നതായിട്ടുള്ള ഡാമുകളാണ്. എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി സ്റ്റേജിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഡാമുകൾ, അതിന്റെ പ്രവർത്തനം ഏത് നിമിഷവും തകർന്നു പോകാവുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ നാട്ടുകാർ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മഴ വരുന്ന സമയത്ത് ഗവൺമെന്റ് ഇത് റിസ്ക് എടുക്കാൻ തയ്യാറാകത്തില്ല. ഒഴുകി വരുന്ന വെള്ളത്തെ അധിക സമയം ഡാമിൽ അവർ തടഞ്ഞു വെക്കാതെ, ഇപ്രാവശ്യം ഈ ഒരു വെള്ളപ്പൊക്കം വന്നതിന്റെ റീസൺ അവർ പറയുന്നത്, അതായത് കൃത്യസമയത്ത് ഉള്ള മുൻകരുതലുകളോ വാണിംഗ് സിഗ്നലുകളോ ഒന്നും അവർ ജനങ്ങൾക്ക് കൊടുക്കാതെ, ജനങ്ങളെ അറിയിക്കാതെ ഒട്ടുമിക്കാലും ഡാമുകൾ ഒരേപോലെ തുറന്നുവിട്ടതിന്റെ ഫലമായിട്ട് വളരെ ശക്തമായ ഫോഴ്സിലുള്ള വെള്ളപ്പാച്ചിൽ, അവിടെയുള്ള യാങ്സിയും ജാങ്ചാങ്ങും ലിയു റിവർ, ഈ 3 മേജർ റിവറുകൾ നിറഞ്ഞു കവിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്ന ഈ ഒരു വലിയ ഭീകരമായ വെള്ളപ്പൊക്കത്തിന്റെ ഇത് നമ്മൾ കാണാനായിട്ടിടയായത്. ഓരോ നഗരങ്ങളെയും വില്ലേജുകളെയും അവരുടെ കൃഷിയിടങ്ങളെയും വലിയ വലിയ കെട്ടിടങ്ങളെയും എല്ലാം തകർന്ന് തരിപ്പണമാക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് കാറുകളും ബിസിനസ്സുകളുമാണ് അവർക്ക് നഷ്ടമായത് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് പറയുന്നത് ഇന്ന് വരെ 17 പേരെയാണ് അത് മരണപ്പെട്ടിരിക്കുന്നത്, 4 പേരെ മിസ്സിംഗ് ഉള്ളൂ. ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. കാര്യം ചെറിയ ഒരു വെള്ളം വരുമ്പോൾ തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് മരിക്കുന്നല്ലേ. പക്ഷേ അതൊരു വലിയ നമുക്കൊരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് റൈറ്റേഴ്സ് എന്ന് പറയുന്ന മാധ്യമം അവര് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതെ 17 ആളുകളോ അല്ലെങ്കിൽ 4 പേരോ അല്ല, നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, നൂറുകണക്കിന് ആളുകൾ അതായത് മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഏതാണ്ട് $7.55 ബില്യൺ നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23 മില്യൺ ആളുകളെ, ഏതാണ്ട് 2.5 കോടിയിൽ അടുത്ത് ആളുകളെ ഈ വെള്ളപ്പൊക്കം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റർനെറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഫോൺ കോൾ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല, അതായത് ബിസിനസ് പരമായിട്ട് ആയിരക്കണക്കിന് വീടുകളാണ് അതായത് വെള്ളത്തില്
നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ദ റൈറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു ഭീകര ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. China possesses one of the most extensive hydraulic systems on Earth. These dams are vital to control floods, generate hydroelectric power, and store water. But when relentless rain bombards upstream basins, the equilibrium becomes dangerously fragile. During the height of the flood season, the pressure mounts as rivers like the Yangtze, Yellow, and Pearl swell to near-record levels. Engineers monitor the situation closely, weighing a critical choice: either open the floodgates to release the pressure, or risk catastrophic overflow and dam failure. Dam releases are essential for structural safety, but they often come at the expense of downstream populations. When the gates open, the effects are immediate and overwhelming. Entire communities are put on high alert. Sirens wail, loudspeakers crackle with urgent announcements. Text alerts warn of incoming torrents. Villagers grab what they can and flee, some on foot, others by boat, trying to save their families before the surge arrives. In some cases, evacuation time is limited to mere hours. The released water barrels downstream with ferocious speed, engulfing streets, farmland, and neighborhoods. Rice paddies vanish beneath muddy waves. Homes are consumed in minutes. Power lines collapse. Roads become rivers. It is not a natural flood. It is a calculated, engineered deluge meant to prevent greater destruction upstream. Authorities justify the dam releases as strategic, necessary sacrifices to protect cities like Wuhan, Chongqing, and Nanjing, economic and population hubs that would suffer catastrophic consequences if a major dam were to breach. Country remains heavily reliant on its dam infrastructure. For families living in flood-prone zones, dam release season brings fear and vigilance. Emergency bags stay packed. Boats are secured. People sleep lightly, listening for the warning siren. Some have rebuilt homes multiple times. Others have left permanently, unable to endure another cycle of loss. On social media, videos circulate of rooftops barely visible above the flood, rescue teams wading through waist-deep waters, and children carried through streets turned into rivers. As the climate shifts and the rains grow fiercer, the question remains: how long can this delicate balance hold?
Stay alert. Stay informed. And when the gates open, remember, the countdown begins. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am signing out, Rexy Joy. Bye.